ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിമുട്ട വെച്ച് ഒരു അടിപൊളിയായിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് ചോറിന്, ചപ്പാത്തിക്ക്, അപ്പത്തിന്, കഞ്ഞിക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ 4 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ കോഴിമുട്ട നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു അരവ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ്. ചെറിയ ജീരകം അഥവാ നല്ല ജീരകം നമ്മൾ പറയില്ലേ, ക്യുമിൻ സീഡ്, അതാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മതി, കൂടുതൽ എടുക്കരുത്. കൂടുതൽ എടുത്താൽ അതിൻ്റെ ഒരു കുത്തുണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മുളക് പൊടിയാണ്. ഞാൻ 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 10 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ വരുന്ന ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഇപ്പം ഇത് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ അരിഞ്ഞു വന്നാൽ മതി, അല്ലാതെ ഇത് നല്ല ഫൈനായിട്ടൊന്നും അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ആ വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് കടിക്കാൻ കിട്ടും. ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത പോലെ എടുത്താൽ മതി കേട്ടോ. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2.5 ടേബിൾ സ്പൂൺ വരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 2 പച്ചമുളക് ചേർക്കാം. ഇതെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഒരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുക്കുമ്പോൾ ഈ സവാളയെ വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഉപ്പ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് വേണ്ട ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും എരിവും എല്ലാം നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇത് അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്കൊരു 2 തണ്ട് കറിവേപ്പില ഒന്ന് പിച്ച് കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. അപ്പോൾ എല്ലാവരും കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് പോകുവോളം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ ഇല്ലേ, ചെറിയ ജീരകം, അതെല്ലാം ക്രഷ് ചെയ്തത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഇതിൻ്റെ പച്ചച്ചുവ പോകുവോളം നന്നായിട്ടൊന്ന് എല്ലാം പാടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. ഈ ഒരു നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് റെഡിയായി വരുന്ന സമയത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളിവിടെ എടുത്തിട്ടുള്ള 4 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇത്. നമുക്ക് കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ കോഴിമുട്ട ചേർത്തതിന് ശേഷം 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെക്കുക കേട്ടോ. ചേർത്ത് ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്. നമുക്കിത് ചെറിയ ചെറിയ ക്രഷ് ചെയ്ത പോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് കിട്ടേണ്ടത്. അപ്പോൾ 1 മിനിറ്റോളം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് ആയി കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം പാടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ചോറിനും ചപ്പാത്തിക്കും അതുപോലെ തന്നെ സിയപ്പത്തിനും അതുപോലെ തന്നെ എന്താ പറയുക കഞ്ഞിക്കും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ മുട്ടയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കൂട്ടാനൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്ക് സ്കൂൾക്ക് ചോറ് കൊടുത്തു വിടുമ്പോഴൊക്കെ ഇതൊരു കൂട്ടാൻ കൊടുത്തു വിട്ടാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ എരിവ് നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിലൊക്കെ മാറ്റം വരുത്തിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഓഫീസിലേക്കൊക്കെ ചോറ് കൊണ്ടുപോകുന്നവർക്കൊക്കെ പെട്ടെന്നൊരു കൂട്ടാൻ നല്ല ടേസ്റ്റി ആയിട്ട് ഇങ്ങനെ മുട്ട തൊട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ മുട്ടയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ച് നന്നായിട്ട് ക്രഷാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തവി വെച്ച് മരത്തവി വെച്ച് നന്നായിട്ട് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായി ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ മല്ലിയില ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ ഞാൻ മല്ലിയില ചേർക്കുന്നില്ല, എൻ്റെ അടുത്തില്ല, അതുകൊണ്ടേ ചേർക്കുന്നില്ല. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കങ്ങ് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയേക്കാം. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് പാകമാണ് കേട്ടോ. ഞാൻ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് അത് സെർവ് ചെയ്യുന്നൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന കോഴിമുട്ട കൊണ്ടുള്ള ഒരു അടിപൊളി കൂട്ടാനാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം.
അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ലൈക്കിൻ്റെ കാര്യം ആരും മറക്കരുത്, ലൈക്കും ചെയ്യണം. പിന്നെ വിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സ്വീകരിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.